ജൂലൈ 2 ബുധനാഴ്ച. മത്തായി 8:28 മുതൽ 34 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ കല്ലറകളിൽ നിന്ന് വസിക്കുന്ന 2 ഭൂതബാധിതരുടെ കഥയുണ്ട്. ചില സമയത്ത് അവർ ക്രൂരന്മാരാകും. അതിനാൽ സാധാരണയായി ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ ഭൂതബാധിതരെ ഒഴിവാക്കാൻ മറ്റു വഴികൾ സ്വീകരിക്കുമായിരുന്നു. എന്നാൽ യേശു ആ വഴിയെ വന്നപ്പോൾ ഭൂതബാധിതർ അവനെ കണ്ടു വിളിച്ചു പറഞ്ഞു, ദൈവപുത്ര, നിനക്കും ഞങ്ങൾക്കും തമ്മിൽ എന്ത്? ഈ മനുഷ്യർ യേശുവിനെ ഭയപ്പെട്ടു. എന്നിട്ടും അവർ അവനെ ദൈവപുത്രൻ എന്ന് വിളിച്ചു. യേശു തങ്ങളെ പീഡിപ്പിക്കാൻ വന്നതാണെന്ന് അവർ വിശ്വസിച്ചു. യേശുവിന് ഈ മനുഷ്യരോട് സഹതാപം തോന്നി. ഭൂതബാധിതരുടെ അടുത്ത് ഒരു കൂട്ടം പന്നികൾ ഉണ്ടായിരുന്നു. ഭൂതങ്ങൾ യേശുവിനോട് പറഞ്ഞു, നീ ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ഞങ്ങളെ പന്നികളിലേക്ക് അയക്കുക. മറുപടിയായി യേശു 2 വാക്കുകൾ മാത്രം പറഞ്ഞു, ശരി, പോകൂ. ഉടനെ ഭൂതങ്ങൾ പന്നികളിൽ കയറി കടലിലേക്ക് ചാടി അവയെല്ലാം മുങ്ങിച്ചത്തു. പന്നികളെ മേയിച്ചുകൊണ്ടിരുന്ന മനുഷ്യർ ഓടിപ്പോയി. അവർ പട്ടണത്തിലേക്ക് മടങ്ങി. ഭൂതബാധിതർക്കും പന്നികൾക്കും സംഭവിച്ചത് എന്താണെന്ന് അവർ എല്ലാവരോടും പറഞ്ഞു. യേശു ഈ 2 പേർക്കും വേണ്ടി ചെയ്തതിനെ വിലമതിക്കുന്നതിന് പകരം പട്ടണവാസികൾ ഭയന്നു. അവർ യേശുവിനെ കണ്ട് തങ്ങളെ വിട്ടുപോകാൻ അവനോട് അപേക്ഷിച്ചു. അത്ഭുതപ്പെടുന്നതിന് പകരം അവർ യേശുവിനെയും അവൻ്റെ ശക്തിയെയും ഭയപ്പെട്ടു. ഇന്ന് സ്വയം ചോദിക്കാം, യേശുവിൻ്റെ ശക്തിയെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? അതോ അവൻ നിങ്ങളിലുള്ള ഭൂതങ്ങളെ പുറത്താക്കുമെന്ന് നിങ്ങൾ പ്രത്യാശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടോ? നിങ്ങളിൽ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ഭൂതങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് ഓരോരുത്തർക്കും കുറഞ്ഞത് ഒരു ഭൂതമെങ്കിലും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒന്നിലധികം പിശാചുക്കൾ ശക്തരാണ്. നാം ജാഗരൂകരല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ നിയന്ത്രിക്കാൻ അവയ്ക്ക് കഴിയും. ഈ സമയങ്ങളിൽ നാം യേശുവിലേക്ക് തിരിയുകയും നമ്മിലുള്ള പിശാചുക്കളെ പുറത്താക്കാനും വീണ്ടും നമ്മെ സ്വതന്ത്രരാക്കാനും അവനോട് അപേക്ഷിക്കുകയും വേണം. ഒരുപക്ഷെ നമ്മുടെ സ്വന്തം കഴിവ് ഉപയോഗിച്ച് ഈ പിശാചുക്കളെ നിയന്ത്രിക്കാൻ നാം ശ്രമിച്ചേക്കാം. എന്നാൽ ഓർക്കുക, അവ നമ്മേക്കാൾ ശക്തിയുള്ളവരാണ്. നാം യേശുവിൻ്റെ അടുക്കിലേക്ക് തിരിയുകയും നമ്മുടെ ഭൂതങ്ങളെ പുറത്താക്കാൻ അവനോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അവയുടെ മേൽ നിയന്ത്രണം നേടാൻ നമ്മെ കർത്താവ് സഹായിക്കും. ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് കുറച്ച് നിമിഷങ്ങൾ പ്രാർത്ഥനയിൽ ചെലവഴിച്ച് ഇങ്ങനെ ചോദിക്കുക, എന്തൊക്കെയാണ് എൻ്റെ ഉള്ളിലുള്ള ഭൂതങ്ങൾ അല്ലെങ്കിൽ പിശാചുക്കൾ? അവ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്? എനിക്കും ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഉറ്റവർക്കും അവ എന്ത് നാശനഷ്ടമാണ് വരുത്തി വയ്ക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശക്തി പിശാചിൻ്റെ ശക്തിയേക്കാൾ വലുതാണെന്നും അവസാനം നന്മ തിന്മയെ ജയിക്കുമെന്നും ഇന്നത്തെ സുവിശേഷം നമ്മെ കാണിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രത്യാശയുടെ ഉറവിടം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.